മദ്രസ സ്കൂളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോമ്പറ്റീഷൻ വെബ് ആപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു സൂപ്പർ യൂസറായിട്ട് ഒരാൾ സൈൻ ഇൻ ചെയ്താലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെയൊരു അഡ്മിൻ ഡാഷ്ബോർഡ് ഉണ്ടാകും. ഈ അഡ്മിൻ ഡാഷ്ബോർഡിൽ നമ്മൾ എത്ര പ്രോഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട്, എത്ര ടീമുണ്ട് എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ സൂപ്പർ യൂസർ ആകുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മൾ സൈനപ്പ് കണ്ടല്ലോ നേരത്തെ, സൈനപ്പ് ബട്ടൺ ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ അവരാവശ്യപ്പെടുന്ന റോളുകളിലേക്ക് അവർ ഓതറൈസ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അങ്ങനെ അഡ്മിനായിട്ട് ഓതറൈസ്, ടീമായിട്ടും ഓതറൈസ് ചെയ്യാം. അപ്പോൾ ഒരു ടീം ക്യാപ്റ്റനും ഓരോ ടീമുകൾക്കും ഓരോ ക്യാപ്റ്റനും എന്ത് ചെയ്യാം, ഓതറൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ വരുന്ന ആളുകളെ നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഈ പെൻഡിങ് അപ്രൂവൽ എന്നുള്ളിടത്ത് ഇങ്ങനെ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് അപ്രൂവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഇനി അവർ സൈനപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് ടീമാണെങ്കിൽ ടീമിന് കയറാം. ടീമിന് കയറിയാൽ എന്തൊക്കെ വിവരങ്ങളാണെന്നുള്ളത് ഞാൻ ടീമിൻ്റെ ലോഗിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം. അഡ്മിൻ ആണെങ്കിൽ അഡ്മിനും കയറാം. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്മിൻ ആണെങ്കിലും അതുപോലെ തന്നെ സൂപ്പർ യൂസർ ആണെങ്കിലും ഒക്കെ ഓപ്ഷൻ ഉള്ളത് ഒന്ന് ആഡ് കാറ്റഗറിയാണ്. കാറ്റഗറി ആഡ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ ഇവിടെ ഇതാണ്ടില്ലേ, ഇത്രയും കാറ്റഗറികൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ കാറ്റഗറി ആഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അത് കഴിഞ്ഞ് വീണ്ടും അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒന്നുള്ളത് പ്രോഗ്രാമുകൾ, എത്ര പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ നേരത്തെ ആഡ് ചെയ്യപ്പെട്ടതാണ് ഈ കാണുന്നത്. ഇത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റും ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഉള്ളത് പാർട്ടിസിപ്പൻസിനെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓൾ പാർട്ടിസിപ്പൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു അഡ്മിൻ എന്നുള്ള നിലയ്ക്ക് പാർട്ടിസിപ്പൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പേര്, ടീം, കാറ്റഗറി ഇങ്ങനെയാണ് ഉണ്ടാവുക. ടീം എന്നുള്ള നിലയ്ക്ക് പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുമ്പോൾ ടീം ഓൾറെഡി അവർ ലോഗിൻ ചെയ്തതാണല്ലോ, അപ്പോൾ ആ ടീമിൽ തന്നെയാണ് അത് ആഡ് ആവുക. പിന്നെ അവരുടെ ലിസ്റ്റ് നമുക്ക് PDF ആയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ ടീമുകളെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓരോ യൂസേഴ്സ് സൈനപ്പ് ചെയ്തിട്ട് അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അപ്രൂവൽ കൊടുത്തതിന് ശേഷം ടീമിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അവർക്ക് ടീം അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിനാണ്. അപ്പോൾ അഡ്മിൻ ആഡ് ടീം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടീമുകളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. യൂസർ, നമ്മൾ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു യൂസറെ തിരഞ്ഞെടുക്കുക. യൂസറെ തിരഞ്ഞെടുത്തിട്ട് ടീമിൻ്റെ നെയിം ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഈ പണി ചെയ്യേണ്ടത് അഡ്മിനാണ്, ടീമല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടീമിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അസൈൻ പ്രോഗ്രാം, ഇതൊക്കെ ടീമുകൾക്കും കൂടി ഉള്ളത് തന്നെയാണ്. അസൈൻ പ്രോഗ്രാം അസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ അഡ്മിനാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ടീമിൻ്റെ പേര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ടീമാണ് അസൈൻ ചെയ്തതെങ്കിൽ ടീം ഉണ്ടാവില്ല, കാറ്റഗറിയും കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും പ്രോഗ്രാമും അസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണുള്ളത്. പിന്നെ അസൈൻഡ് പ്രോഗ്രാംസ്, നമ്മൾ ഇതേപോലെ പ്രോഗ്രാം അസൈൻ ചെയ്തത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. പിന്നെ മാർക്സ് ആഡ് ചെയ്യുന്നത്, ഇത് അഡ്മിന് മാത്രമുള്ളതാണ്. സൂപ്പർ യൂസർക്കും അഡ്മിൻ പറ്റും. അപ്പോൾ കാറ്റഗറി ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ചൂസ് ചെയ്യാം. എന്നിട്ട് ഗോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ടേബിൾ വന്നിട്ടുണ്ടാവും. ഈ ടേബിളിൽ നമുക്ക് മാർക്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, 90 മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണത്തിൽ 75 ഉണ്ട്. എന്നിട്ട് സേവ് മാർക്സ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് സേവ് ആകും. പിന്നെ അടുത്ത മാർക്ക് അപ്ഡേറ്റ് ആണെങ്കിൽ റിഫ്രഷ് കൊടുത്തിട്ട്
കാറ്റഗറി ചൂസ് ചെയ്യാം. എന്നിട്ട് അടുത്ത കാറ്റഗറി എടുക്കാം. പ്രോഗ്രാം കാറ്റഗറി ചൂസ് ചെയ്താൽ മാത്രമേ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് ഇവിടെ വരുള്ളൂ. അങ്ങനെ ഗോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാമിനുള്ള മാർക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറ്റുന്നത് ആഡ് മാർക്സ് വന്നു, വ്യൂ റിസൾട്ട്സ്. ഇതിൻ്റെ ഡിസൈൻ ഒന്നും കൂടി ശരിയാക്കും. അപ്പോൾ ഇവിടെ റിസൾട്ട്സ് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് റിസൾട്ടുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. കൂടാതെ റിസൾട്ടിന് പല ഓപ്ഷൻസും ഉണ്ട്. മാർക്സ് സമ്മറി, ഇവിടെയും ഡിസൈന് ചെറിയ വ്യത്യാസമുണ്ട്, ശരിയാക്കി തരാം. പിന്നെ കാറ്റഗറീസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടോട്ടൽ വരും. ടോട്ടൽ കാറ്റഗറി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്, കാറ്റഗറിയും പ്രോഗ്രാംസും. അപ്പോൾ അതൊന്നും ഇല്ല, നമുക്ക് ടോട്ടൽ എല്ലാവരുടെയും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഞാൻ 3 റിസൾട്ട് വെറുതെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ 3 റിസൾട്ട്സ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഇവിടെ എത്ര പോയിൻ്റാണുള്ളത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഈ പോയിൻ്റ് എത്രയാണ്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ലോജിക്ക് ഇവിടെ നിന്ന് ഡെവലപ്പർ ചെയ്യുന്നതാണ്. അത് ലോജിക്ക് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ലോജിക്ക് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ 90 മാർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ 80ൻ്റെ മുകളിൽ മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എ ഗ്രേഡും, 60ൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബി ഗ്രേഡും, 50ൻ്റെ മുകളിൽ ആഡ് ചെയ്ത് വെച്ചാൽ സി ഗ്രേഡ്. ആ രൂപത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലേസിന് 6 പോയിൻറ്റ്, സെക്കൻഡ് പ്ലേസിന് 3 പോയിൻറ്റ്, തേർഡ് പ്ലേസിന് 1 പോയിൻറ്റ്. പിന്നെ ഗ്രേഡുകൾക്ക് എ ഗ്രേഡിന് 6 പോയിൻറ്റ്, ബി ഗ്രേഡിന് 3 പോയിൻറ്റ്, സി ഗ്രേഡിന് 1 പോയിൻറ്റ്. ഈ രൂപത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഓക്കെ, പിന്നീട് വീണ്ടും അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് പോയാൽ മാർക്സിൻ്റെ സമ്മറി കണ്ടു. ലീഡർ ബോർഡ്, ടീമുകൾ 4 ടീമുണ്ട്, പോയിൻറ്റ്സ്, പിന്നെ ടോപ്പ് പെർഫോമേഴ്സ് ആയിട്ടുള്ള ടീമുകളുടെ ലിസ്റ്റ് ഇങ്ങനെ കാണിക്കും. അതുപോലെ അതിന് ശേഷം ലീഡർ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും. ഇതിലിപ്പോൾ 4 ടീമുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 4 ടീമുകളുടെ ലീഡർ ബോർഡ് ഇങ്ങനെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ വിന്നേഴ്സ് ആൻഡ് ടോപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാം വൈസ് ഓരോ പ്രോഗ്രാം, ഇപ്പോൾ അറബിക് ഹാൻഡ് റൈറ്റിങ്ങിനുള്ളത്, അറബിക് സോങ്ങിനുള്ളത്, ഇങ്ങനെ വേറെ വേറെ കാണിക്കും. പിന്നെ നമുക്ക് പോയിൻറ്റ്സ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പോയിൻറ്റ്സ് ടേബിൾ ഇങ്ങനെ കാണിക്കും. ഇനി നമ്മൾ നേരത്തെ കണ്ട റിസൾട്ട് പോലെ തന്നെയാണ്, മാർക്സ് സമ്മറിൻ്റെ അതേ മെത്തേഡാണ്. പിന്നെ ഉള്ളത് ഇവിടെയും അതിൻ്റെ ബട്ടണുകൾ കൊടുത്തിരിക്കുകയാണ്. റിസൾട്ട്സിൻ്റെയും ലീഡർ ബോർഡിൻ്റെയും ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ടീമുകൾ ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഇവിടെ ഈ ഒരു ബോക്സിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാംസ് ആഡ് ചെയ്തത്, ഇത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യാം. ഡാഷ്ബോർഡ് ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നെ നമുക്ക് സൂപ്പർ യൂസർ ആകുമ്പോൾ സൂപ്പർ യൂസർക്ക് അവരുടെ ഉള്ള യൂസേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ഇങ്ങനെ യൂസേഴ്സിനെ കാണാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വീണ്ടും പോയാൽ ഈ ഒരു രൂപത്തിലാണുള്ളത്. പിന്നെ ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ടീമായിട്ട് കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. ടീമിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ടീമിനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതുപോലെ തന്നെ അസൈൻ പ്രോഗ്രാം, പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് പാർട്ടിസിപ്പൻസ് എന്നുള്ള ഓപ്ഷനുണ്ട്. PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിസിപ്പൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ടീമിന് ഏതാണോ നമ്മൾ ടീമുള്ളത് അതിങ്ങനെ ഇവിടെ സെലക്റ്റഡ് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്നുണ്ടാകും. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരിക. നെയിമും കാറ്റഗറി ഏതാണ് എന്നുള്ളതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ PDF ഉണ്ട് ഡൗൺലോഡ് ചെയ്യാൻ, PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ PDF ഡൗൺലോഡ് ആക്കിയിട്ട് നോക്കാം. അത് നമുക്ക് PDF ഇങ്ങനെ കിട്ടും. നമുക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉപകരിക്കും.
പിന്നെ ടീം ഡാഷ്ബോർഡിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ പ്രോഗ്രാം അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കാറ്റഗറിയും കണ്ടസ്റ്റൻ്റ് പ്രോഗ്രാം ഏതൊക്കെയാണെന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അസൈൻഡ് പ്രോഗ്രാംസ് നമ്മൾ ഏതൊക്കെ പ്രോഗ്രാമുകൾ അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും ഇങ്ങനെ. പിന്നെ ടീം മാർക്സ് സമ്മറി, ടീമിൻ്റെ ടോട്ടൽ മാർക്ക് ഇങ്ങനെ കാണിക്കും. ഡിസൈനിലുള്ള പോരായ്മകളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് കേട്ടോ. ലീഡർ ബോർഡ്, അത് ടീമുകളുടെ മൊത്തത്തിലുള്ള ലീഡർ ബോർഡ് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ടീമുകൾക്കും ഓരോ ടീമിൽ ഐഡിയിൽ കയറിയാലും ടോട്ടൽ ലീഡർ ബോർഡും കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ യുവർ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. ഇതാണ് ടീമിൻ്റെ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അഡ്മിൻ്റെത് പിന്നെ കാണിക്കാത്തത് സൂപ്പർ യൂസർക്കും അഡ്മിനും ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡ്മിനുള്ള ഏകദേശം ഫങ്ഷൻസൊക്കെ സൂപ്പർ യൂസറിലും വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അഡ്മിൻ കാണിക്കാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ആപ്പിൽ, വെബ് ആപ്പിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വെബ് ആപ്പ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് മുഖേന ഉണ്ടാക്കിയിട്ടുള്ള ആപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കയറി പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ മൊബൈലിലാണെങ്കിലും നമുക്ക് കഴിയുന്നതാണ്. ഇതൊക്കെ ഈ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വേറെ സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ട് ഫങ്ഷൻസ് ആഡ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത് തരുന്നതുമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.